നമുക്കേ ബേസിക് ആയിട്ട് വേണ്ട ഒരു കുറച്ച് നീറ്റ്നെസ് ഉണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കിച്ചൺ ടീം നോക്കുമ്പോൾ ഫുൾ വെസൽസ് കിടക്കുന്നു. അതൊരു ബേസിക് മാനേഴ്സ് അല്ലേ? നമ്മളെ വീട്ടിലുള്ള നമ്മൾ അങ്ങനെ വെച്ചിട്ട് പോവോ? നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ അത്ര നീറ്റ്നെസ് ഇല്ലാതെ വെക്കുവോ? എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതെ, നിങ്ങളിപ്പോൾ പുറകെ കാണുന്ന എൻ്റെ കിച്ചണാണ്. ഇന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ അവിടെ വൃത്തികേടായിട്ട് ബിഗ് ബോസ് ഹൗസ് പോലെ ഇട്ടിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാനായിട്ട്. അത് അത് ഒരു ബേസിക് മാനേഴ്സ്, ബേസിക് നമ്മളുടെ ഹ്യൂമൻ നേച്ചറിൽ വേണ്ട ഒരു ഗുണമാണത് കേട്ടോ. വീട്ടിൽ നീറ്റ്നെസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേറെ ആൾ പറഞ്ഞു തന്നിട്ട് വേണ്ട. ആ കാര്യത്തിൽ എനിക്ക് അനുമോളോട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് മസ്താനി പ്രശ്നം ഉണ്ടാക്കിയില്ലേ, വെസൽ കഴുകില്ല എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം ഓണത്തിന്റെ അന്ന് രാവിലെ അനുമോൾ അത് കഴുകിയിട്ടുണ്ടെന്ന് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അത് കഴുകിയായിരുന്നു പുള്ളിക്കാരി ഇരുന്ന്. അപ്പം ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമല്ല, ഇതൊക്കെ വരേണ്ടതാണ്, നമ്മളെ സ്വഭാവത്തിൽ നാച്ചുറലായിട്ട് വരണം. അതില്ല പലർക്കും. അവിടെ കപ്പൊക്കെ വെറുതെ സ്വന്തം കപ്പല്ലേ, അത് കഴുകി വെച്ചൂടെ? ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ ഇതൊക്കെ. അതൊക്കെ വേറെ ആളൊന്ന് പറയണോ? അത് നമ്മുടെ ആര്യനാണ് കേട്ടോ കുറെയൊക്കെ കപ്പൊക്കെ അവിടെ വെച്ചിട്ട് പോയത്. അത് ലൈവ് ഉണ്ടവർക്ക് മനസ്സിലാവും. എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല, എടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്, എന്തിനാണ് നെഗറ്റീവ് ആക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പൊ അതൊന്നും കാണിക്കാത്ത. പക്ഷെ അതൊക്കെ ബേസിക് കാര്യമാണ്. അപ്പൊ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ആ ഇഷ്യൂ, ചായയുടെ ഇഷ്യൂ എല്ലാം ഉണ്ടാവും. കാരണം അതാണ് എവറിത്തിങ്. റീസൺ വെസൽ ടീമാണ്. അക്ബർ പറഞ്ഞ കറക്റ്റ് ആണ്. റീസൺ വെസൽ ടീമാണ്. അവരുടെ ഡ്യൂട്ടി ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്. ഈ കണ്ടന്റ് ആണോ നമുക്ക് കാണേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ ബിഗ് ബോസ് ലെവൽ കണ്ടന്റ്? എന്തായാലും ഇന്നത്തെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു. അത് സ്റ്റാർട്ടിങ് ഇത് ചായ പ്രശ്നം, വെസല് പ്രശ്നം. അപ്പൊ ചായ പ്രശ്നം ഇത് കാരണം എന്ത് പറ്റി? ചായ ഉണ്ടാക്കുമ്പോൾ ജിസലിന് ചായ വെക്കാനുള്ള പാത്രമില്ല. അത് ബിന്നി വന്ന് കഴുകി കൊടുത്തു. അതേസമയം ജിസൽ എന്ന് പറയുന്നത് കപ്പും കൂടി കഴുകി തരൂ, കപ്പും കൂടി കഴുകി തരൂ. അപ്പൊ എനിക്ക് അവിടെ ബിന്നിയുടെ കാര്യത്തിലൊരു കാര്യം പറയാൻ നല്ല രസമായിട്ട് ബിന്നി പറഞ്ഞു. കപ്പ് നീ നോക്കണ്ട, സ്വന്തം കപ്പ് കഴുകാത്തവര് ചായ കുടിക്കണ്ട. അത് കറക്റ്റാണ്. കുടിക്കണ്ട. ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോട്ടെ, എന്നിട്ട് വേണ്ട ഒരു കപ്പ് കഴുകി എടുത്ത് കുടിക്കട്ടെ, അതൊന്നും മതി. ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ, ഇങ്ങനെ വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അപ്പം പുള്ളിക്കാരി കപ്പിൽ ചായ ആക്കി. പക്ഷെ ആ ഒരു പാത്രത്തിൽ ചായ ഉണ്ടാക്കുന്ന 10 പേർക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ പ്രശ്നം. പിന്നെ ഒരു പാത്രം കൂടി ഉണ്ട്, അത് അവർ കഴിയില്ല. മനസ്സിലായോ? ഈ ജിസയിലൊട്ടും പറഞ്ഞുമില്ല. അപ്പൊ എന്താ പറ്റിയേ? ഇവര് 10 കപ്പ് ചായ ഉണ്ടാക്കിയിട്ട് ജിസലിന് കുറച്ച് ഫേവറേറ്റസും ഉണ്ടല്ലോ, ആരാന്നറിയാലോ, ആര്യനെ കൊണ്ട് കൊടുക്കും. പിന്നെ അത് ആ ചായ അക്ബറിന് കിട്ടിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ബിന്നിക്ക് എന്താ തോന്നിയ, ബിന്നി അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക, ബിന്നിക്ക് ആ ചായ കിട്ടിയില്ല. അപ്പൊ നാച്ചുറൽ ആയിട്ട് ബിന്നിക്ക് തോന്നൂലേ, ജിസലിന്റെ ഫേവറേറ്റ്സിന് 10 ഫേവറേറ്റ്സിന് കൊണ്ട് കൊടുത്തു. അതൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അവിടെ ബിന്നി കഴുകിക്കൊണ്ടിരിക്കുമ്പോ ബിന്നിക്കുള്ള ചായ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് കഴുകാൻ വന്ന ആളോട് ഒരു ഡീസൻസി കാണിക്കണമായിരുന്നു. അതാണ് പ്രശ്നം. ബിന്നിക്ക് ചായ കിട്ടിയില്ല. ബിന്നിക്ക് ഇനി ചായ കിട്ടാനായിട്ട് രന വന്നിട്ട് ചായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. രനയും കിച്ചൺ ടീമിലാണ്. അതാണ് അവിടെ ഉണ്ടായ സംഭവം. ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ, ചെറിയ കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ജിസൽ അങ്ങനെ ബാത്റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന സമയത്ത് ബിന്നിയോട് പറഞ്ഞാൽ മതി. ബിന്നിക്ക് ഇതേ ചായ ബിന്നി കഴിയുമ്പോഴേക്കും രനയോട് പറഞ്ഞാൽ മതി, ഇട്ട് തരും എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ കഴിയും. പക്ഷെ അത് പറഞ്ഞില്ല പുള്ളിക്കാരി. അത് പറഞ്ഞാത്തതിനൊരു കുഴപ്പമാണ്, കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിൽ. ഓക്കെ. അതാണ് എനിക്ക് തോന്നിയത്. സൗന്ദര്യപ്പണക്കം ആണ് അവിടെ ആക്ച്വലി ഉണ്ടായിട്ടുള്ള സംഭവം. അത് ബിന്നിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളിക്കാരി എടുത്തു പറഞ്ഞ 10 ഫേവറേറ്റ്സിന് വേണ്ടി കൊടുത്തെന്ന്. പക്ഷെ രന പറയുന്ന കാര്യം കറക്റ്റാണ്. രന വന്ന് ഇട്ട് കൊടുത്തല്ലോ ചായ, അതാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഇവിടെ അക്ബർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, വെസൽ ടീം കഴുകി കൊടുക്കുന്നില്ല, അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ആ കൊടുത്ത പാത്രത്തിൽ ഇത്രയും പേർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് 18 പേർക്ക് ഉണ്ടാക്കാഞ്ഞത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് അവിടെ ക്ലിയർ ആയി. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആതില നൂറയുടെ സുപ്രൂട്ടനും അതെനിക്ക് പറയാൻ. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി, നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? നൂറയ്ക്ക് മാത്രം പവർ ഉണ്ട്, പക്ഷെ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാമോ? അത് പാടില്ലല്ലോ. അതെന്താണ് ബിഗ് ബോസ് സംഭവിക്കുന്നത്? അവർ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാലും അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പൊ എൻറ്റിറ്റി ആയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ നോമിനേഷൻ നൂറയ്ക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെനിക്കറിയില്ല കേട്ടോ. ഇനി അത് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുമോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ അവരെന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആര്യന്റെ പേരൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നൂറ അതിൽ ആര്യന്റെ പേരിങ്ങനെ കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സുപ്രൂട്ട് എന്നുള്ള പേര് അനീഷിനെ വിളിക്കുന്നത്.
ആക്ച്വലി ആ പേര് നല്ല ക്യൂട്ടാണ്. സുപ്രഭാതം എന്ന് പറയുന്ന ഒരാളെയാണ് ഈ സുപ്രൂട്ട് എന്നാക്കിയത്. അനീഷിന്റെ കുഴപ്പമെന്ന് അറിയോ? അനീഷ് ഭയങ്കര സെൻസിറ്റീവാ. ചെറിയ 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 വാശി ഉള്ള കൂട്ടത്തിലാ. അപ്പൊ അനീഷിന്റെ വാശികൾ ഇന്ന് എപ്പിസോഡ് മൊത്തം അനീഷിന്റെ വാശിയാണ്. ഫസ്റ്റ് വാശി സുപ്രൂട്ടെ വിളിച്ചപ്പം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അനീഷ് അവിടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കുമ്പോ അതിലൂടെ എന്താ ചെയ്യാ, കുറച്ചുകൂടി മോക്ക് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അവിടെ ഷാനവാസും എല്ലാരും എന്റെ പുറകെ കിടന്ന് കുറച്ചും കൂടി ഇന്ന് ഇറിറ്റേറ്റ് ചെയ്യാ. അപ്പൊ ഒന്നും ഇല്ലല്ലോ ചെയ്യാനായിട്ട്, വേറെ ടാസ്ക് ഒന്നും ഇല്ലല്ലോ, ആയിക്കൂടെ കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റ് അവരെ കൊണ്ട് ഇതാണ്. അപ്പൊ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സൂപ്പർറൂട്ട് എന്നുള്ള പേര് ആക്ച്വലി എനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നി. അല്ലാലും മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാരന് ഇഷ്ടമില്ല, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ലോണം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ദേഷ്യപ്പെട്ടിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ അനീഷ് പലരെയും പല പേര് വിളിച്ചിട്ടുണ്ടെന്ന് അവര് പറഞ്ഞത് കറക്റ്റാണ്. ആരോടും കൺസെന്റ് ചോദിച്ചിട്ടൊന്നല്ലല്ലോ അവരെ പേര് വിളിച്ചത്. ആരെ? ഷാനവാസിനെ വിളിച്ചിട്ടുണ്ട്, കഴുത, ഇതൊക്കെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്, കഴുത, കഴുതേന്നൊക്കെ വിളിച്ചിട്ടുണ്ടേ. അത് അപേക്ഷിച്ച് നോക്കുമ്പോ അങ്ങനത്തെ മോശം പേരൊന്നല്ലല്ലോ ഇത്. അപ്പൊ കുറച്ച് സഹിക്കാം മനീഷിന് വേണമെങ്കിൽ എന്ന്. മിക്കവാറും ലാലേട്ടൻ വന്നിട്ട് സുപ്രൂട്ടാന്ന് വിളിച്ചു വീക്കെൻഡിലെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിക്കോ. അപ്പൊ അപ്പൊ അങ്ങനെ അനീഷിന്റെ ആ ഒരു വാശി നടന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഒരു സുപ്രൂട്ടാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെയാണ് നോമിനേഷൻ വന്നത്. നോമിനേഷനിൽ രക്ഷപ്പെട്ടല്ലോ കുറച്ച് 5 പേര്, എത്ര പേര്, 5 പേര് അല്ലേ? നൂറ, ജിഷിൻ അത് രക്ഷപ്പെട്ടു. പിന്നെ ജിസിൽ, ഒനിയിലും ഷാനവാസ് രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ഇനി അതില് അനീഷ് വന്നിട്ട്, അനീഷിന് നോമിനേഷൻ പവർ ഇല്ല, അറിയാലോ. അനീഷ് വന്നിട്ട് ഞാൻ സർപ്രൈസ്ഡ്. ഞാൻ ശരിക്കും അനീഷ് എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അനീഷ് കളിക്കേണ്ടതാണ്. അനീഷ് കളിക്കുന്നില്ല. ഇന്നാൾ ദിവസം ലാലേട്ടൻ ചോദിച്ച സമയത്തൊന്നും ഒന്നും ഉണ്ടായില്ല. വീക്കെൻഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പുള്ളിക്കാരനെ കുറിച്ച് പറയാനായിട്ട്? ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്ന് എനിക്ക് സന്തോഷം തോന്നി. അനീഷ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അനീഷൻ ഓപ്പൺ ആയിട്ട് നോമിനേറ്റ് ചെയ്തു. അത് വലിയൊരു ഡെയറിങ് ആണ് കേട്ടോ. അതും ആർക്ക് എഗെയിൻസ്റ്റ്? അനുമോളും നെവീനും എഗെയിൻസ്റ്റ്. മനസ്സിലായോ? അത് നല്ലൊരു ഗെയിം സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുള്ളൂ. നല്ലൊരു ഓപ്പണിങ്. അതുപോലെ തന്നെ അവർക്ക് എഗെയിൻസ്റ്റ് കളിച്ചു പോയാൽ നല്ലൊരു സപ്പോർട്ടൊക്കെ ആൾക്കാരുടെ കിട്ടാൻ സാധ്യതയുണ്ട്. അനീഷിന് അങ്ങോട്ട് പോസിറ്റീവായും വരാൻ സാധ്യതയുണ്ട്. കളിക്കണം. പറഞ്ഞത് പറഞ്ഞു, പിന്നെ അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അനുമോള് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. കാരണം അനീഷിന്റെ കൂടെ കുഴപ്പമില്ലാതിരിക്കാന്ന് വിചാരിച്ച അനുമോളിൽ കുറച്ച് സർപ്രൈസസ് ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആദില കുറച്ച് എക്സ്ട്രാ കൊണ്ട് അനുമോളിലേക്ക് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അനുമോള് പറയുന്നതിൽ സത്യമുണ്ട്. കാരണം ആദിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഞാൻ ഓർമ്മയുണ്ട്. നീ പറയുന്നത് നീ നുണ പറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച കാര്യമുണ്ട്. ഒറ്റയടിക്ക് മാറുമ്പം അത് ഒരു നെഗറ്റീവ് ഫീലിംഗ് വരും. അതാണ് അനുമോൾ അവിടെ നോമിനേറ്റ് ചെയ്യുന്ന ആദിലനൊക്കെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊരു ഒരു സുഖത്തിലല്ല. പിന്നെ അതിലേക്ക് ഓൾറെഡി ആ സുഖം പോയായിരുന്നല്ലോ. കുറച്ച് ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരിക്ക് അനുമോളെ ചെറുതായിട്ട് ഇറിറ്റേറ്റിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനുമോളുടെ ഗെയിമൊക്കെ മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ. മനസ്സിലായോ? വീക്കെൻഡിന് മുമ്പ് തന്നെ. അപ്പൊ ഇപ്പൊ പിന്നെ അത് പൂർത്തിയായി. വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി. അപ്പൊ പിന്നെ അങ്ങോട്ടില്ല കേട്ടോ. അപ്പൊ അനുമോൾ ഇപ്പം മറ്റേ ഗ്രൂപ്പിനൂടെ തന്നെയാണ്. ആരുടെ? മസ്താനി ആ ഗ്രൂപ്പിനൂടെ തന്നെ. പിന്നെ ആരും ചെയ്ത നല്ല കാര്യം പറയണമല്ലോ. ഇന്ന് പുള്ളിക്കാരൻ ഇന്നത്തെ എപ്പിസോഡിൽ പോസിറ്റീവായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. കഥ പറയുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ലക്ഷ്മിയുടെ പാൻറ് എടുത്തു കൊടുത്തു. അപ്പൊ അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ കുറെ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇനിയും മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരുന്ന. പിന്നെ എനിക്കിതും ഒരു കാര്യം പറയാനുണ്ട്. ഈ ഗ്രൂപ്പ് അറ്റാക്ക് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരാള് ഇപ്പൊ ബിന്നി പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ ചെന്നിട്ട് അറ്റാക്ക് ചെയ്ത് പറയാ, അങ്ങനെയല്ല. ഇന്ന് അറ്റ്ലീസ്റ്റ് അവർ കേട്ടു. ഓരോരുത്തരായിട്ട് ബിന്നിയോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അക്ബർ ആണെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, ജിസേൽ ആണെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. എല്ലാരും കൂടി ഒരു നമ്മളെ അറ്റാക്ക്. ബിന്നിക്ക് സംസാരിക്കാൻ പറ്റി. ബിന്നി ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചു, അത് പറയണമല്ലോ. ബിന്നിയുടെ ഗെയിം ഞാൻ പറഞ്ഞേ പറ്റൂ. ബിന്നി നന്നായിട്ട് സംസാരിച്ചു. ഓപ്പൺ ആയിട്ട് പുള്ളിക്കാരിയുടെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി. ഇത് നേരത്തെ തുടങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ. ഇതിപ്പോഴാണ് തുടങ്ങുന്നത്. വളരെ ലേറ്റ് ആയി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിന്നിക്ക് ഓക്കെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയില്ലേ. അപ്പൊ തുടങ്ങുന്നത് നന്നായി. അപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ബിന്നി ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് റെനയോട് ഇരുന്ന് സംസാരിച്ചു. BB+ലൊക്കെ കണ്ടു. അപ്പൊ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം അക്ബറുടെ ടീം എന്ന് പറഞ്ഞാൽ കുറച്ച് അവർക്ക് അലേർട്ട്നെസ് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് കാരണമാണ് ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഈ ലൈവ് കണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും. നമ്മുടെ ആര്യൻ്റെയും ജിസലിൻ്റെയൊക്കെ അവർക്കറിയാം. അവർക്ക് നല്ലോണം അറിയാം നെഗറ്റീവാണ്. നമ്മൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് പുറത്തുനിന്നുള്ളത് അവർക്കറിയാം. പക്ഷെ
ഇനി അത് വച്ചിട്ട് അങ്ങോട്ട് കളിച്ചാൽ മതി, പോസിറ്റീവായിട്ട് കളിച്ചാൽ മതി. അവരുടെ ഈ മണ്ടത്തരം ഗ്രൂപ്പ് അറ്റാക്സും അങ്ങനൊന്നും ചെയ്യാതെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സമാധാനത്തോടെ വല്ല ലഹള കാണിച്ച് എന്താടി എന്നൊക്കെ ചോദിക്കാതെ ഇരിക്കുക, നേരെ പോയി സംസാരിക്കുക ഇന്ന് ചെയ്ത പോലെ. അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇനി അത് ബിന്നി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത എത്ര ഡീസൻസി വെച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എന്തായാലും കുറച്ച് ഡീസൻസിയോടെയാണ് അവർ ആ പ്രോബ്ലം കുറച്ച് കൈകാര്യം ചെയ്തത്. മനസ്സിലായോ? മോശം വേർഡുകളൊന്നും യൂസ് ചെയ്യാതെ. അതെനിക്ക് നല്ലൊരു അക്ബറിന്റെ സ്ഥാനത്ത് എനിക്ക് നോക്കുമ്പോൾ നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. അങ്ങനെ അക്ബർ ചെയ്യുവാണെങ്കിൽ ക്ലാരിറ്റിയോടെ നമ്മൾ പറയണം. അപ്പോഴാണ് നമുക്ക് ഓഡിയൻസിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അക്ബർ അത് ഇന്ന് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കൺവേ ചെയ്യാൻ പറ്റണം നമുക്ക്. അല്ലാതെ വെറുതെ എല്ലാ പോയിന്റ് അക്ബർ പറഞ്ഞിന്ന് കൺവേ ആയി, അങ്ങനെ വേണം. അല്ലാതെ വെറുതെ ലഹള കളിച്ചിട്ട് ആളുടെ മേത്തേക്ക് ചാടിക്കയറിയിട്ട് അങ്ങനെയാണ് അത് കൺവേ ആവുക. ആൾക്കാർക്ക് അത് അരോചകമായിട്ടല്ലേ തോന്നുള്ളൂ. ഇങ്ങനെ ചാടിക്കയറി ഒരു അല്ലെങ്കിൽ ഒരാളുടെ മേത്തേക്ക് ചാടിക്കയറുക, അതൊന്നും ആവശ്യമില്ല. അപ്പൊ അക്ബറിന്റെ ഗെയിം ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ബാക്കി ഉണ്ടായത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്. അഭിലാഷ് ഈ തവണ നോമിനേഷനിൽ അഭിലാഷൊക്കെ നോമിനേഷനാണ് കേട്ടോ. ക്യാപ്റ്റനായ അഭിലാഷൊക്കെ നോമിനേഷനിലുണ്ട് കേട്ടോ. അഭിലാഷിന്റെ ഗെയിമും എല്ലാവർക്കും അറിയാം. അതില നൂറ അവർ ആ നൂറ കൊടുക്കാത്തതിന്റെ ആ പ്രശ്നം അഭിലാഷിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഭിലാഷിനുണ്ട്. പക്ഷെ അഭിലാഷ് ഒരിക്കലും അത് ഓപ്പൺ ആയിട്ട് പറയില്ല. ആ സേഫ് ഗെയിമിങ് സ്ട്രാറ്റജിയാണ് പുള്ളിക്കാരൻ. അപ്പൊ എന്തായാലും അവർക്കൊക്കെ അതുകൊണ്ടാണ് എല്ലാവരും നോമിനേറ്റ് ഒക്കെ ചെയ്തത് പുള്ളിക്കാരനെ. പിന്നെ ഇപ്പൊ ക്യാപ്റ്റൻസിയിൽ പുള്ളിക്കാരനാണ് ക്യാപ്റ്റൻ ആയത്. പിന്നെ ടീം ഡിവിഷനിൽ എൻ്റെ അമ്മേ കുറെ നാളായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ടീം ഡിവിഷന്റെ കാര്യം. എനിക്കറിയില്ല, ഞാൻ ലൈവിലൊക്കെ നോക്കുമ്പോൾ അന്ന് ഓണത്തിന്റെ ഒക്കെ സമയത്ത് തന്നെ ക്യാപ്റ്റനായ അന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താക്കണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഈ അത് കഴിഞ്ഞിട്ട് ടീം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്ര കൺഫ്യൂഷൻ എന്താ? എന്തൊരു കൺഫ്യൂഷനാണ്. ഓരോരുത്തർക്ക് പോകുന്നില്ല. വെസൽ ടീമിൽ ഒരാൾക്കും പോകണ്ട. വെസൽ ടീം ശരിക്കും പാടാണ്. എനിക്കറിയാം, പാത്രം കഴുകാനാണ് ഏറ്റവും പാട്. അത് കുക്ക് ചെയ്ത് പാത്രം കഴുകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് പാത്രം കഴുകുക. കുക്ക് ചെയ്യുന്ന ഇത്ര ബുദ്ധിമുട്ടില്ല. ആ പാത്രം ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭക്ഷണം കഴിച്ച പാത്രവും പ്രിപ്പയർ ചെയ്ത പാത്രം. അപ്പൊ വെസൽ ടീമിലേക്ക് ശരിക്കും ആർക്കും പോകാൻ താല്പര്യമില്ല. പക്ഷെ പോയല്ലേ പറ്റൂ. അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. എല്ലാവരും ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഡ്യൂട്ടിയാണ്. ബിഗ് ബോസ് ഹൗസിൽ അത് ഡ്യൂട്ടിയാണ്, അത് ചെയ്യണം. അപ്പം അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ തല്ലുപിടിച്ച് ഡിവൈഡായി. അപ്പം വെസൽ ടീം ഭാഗ്യത്തിന് കിച്ചൺ ടീമിൽ അനുവിനെ ഇട്ടിട്ടില്ല കേട്ടോ. പ്രശ്നക്കാരായ ആൾക്കാരൊന്നും ഇല്ലാന്നാണ് എനിക്ക്. അക്ബറും പ്രവീൺ, ജിഷൻ, ബിന്നി, നൂറ, എനിക്ക് തോന്നുന്നു ഇവർ പ്രശ്നം ഉണ്ടാക്കില്ല. കിച്ചൺ ടീമിൽ ഫുഡ് കിട്ടലാണല്ലോ പ്രശ്നം, അതൊന്നും ഉണ്ടാക്കില്ല. പിന്നെ വെസൽ ടീമിലും വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. അവർ സേഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്തവണ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദില നൂറയുടെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സ്വീറ്റ് കപ്പിളാണ് അവര്. അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നല്ലൊരു പാർട്ട്ണർഷിപ്പുള്ള വ്യക്തികൾ, ഞാൻ അത്രേ പറയുള്ളൂ. നമുക്ക് സ്നേഹം വേണം അല്ലേ, അത് അവർ തമ്മിലുണ്ട്. അതെ, അതാണ് നമുക്ക് ലൈഫിൽ വേണ്ട ഒറ്റൊരു കാര്യം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എന്ത് പൈസ ഇതൊക്കെ വേണമെങ്കിലും ബാക്കിയെല്ലാം ഉണ്ട്. സ്നേഹവും ഇല്ല, ശത്രുക്കൾ ചുറ്റും, എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒരു സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. പിന്നെ അനുമോളും ജിഷിനും പ്രവീണും ഇരുന്ന് സംസാരിക്കുന്ന കുറെ സ്റ്റഡി. ഇപ്പം ബിഗ് ബോസ് കുറച്ചിങ്ങനെ അനുമോളുടെ പ്രവീണിന്റെയും ഇതിങ്ങനെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് കയറി വെറുതെ പിടിക്കണ്ട. വെറുതെ ബിഗ് ബോസിന്റെ ഇതാണ്, ബിഗ് ബോസിന് ഒരു പേരുണ്ടാക്കണം. അത് ഇതുവരെ ആവുന്നില്ല. അവരുടെ പ്രശ്നം ഇതാണ്. അവർക്ക് അത് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് ടീമിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ജിസിന്റെയും ആര്യന്റെയും പേരുണ്ടാക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. പിന്നെ ഇവർ രണ്ടുപേരുടെയും, പ്രവീണിന്റെയും അനുമോളുടെയും കുറച്ച് ട്രൈ ചെയ്യും അവര്. കാരണം ബിഗ് ബോസ് അങ്ങനെയാണ്. TRP വേണമെങ്കിൽ കുറച്ച് ലവ് വേണം, റിലേഷൻഷിപ്പ് വേണം, ശത്രുക്കൾ വേണം. അപ്പൊ അവരതൊക്കെ നോക്കും. എവിടെയെങ്കിലും ഒന്ന് മുട്ടിട്ട നല്ലതെന്നുള്ള വിചാരത്തിൽ അവർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അത് ഉറപ്പായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഇത് പോകുന്നത്. ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് സീൻസ് ഒക്കെ. ഇനി 2 എപ്പിസോഡ് കഴിയുമ്പോൾ അറിയാം. ഇനി ഇത് റിപ്പീറ്റഡ് വരുവാണെങ്കിൽ പിടിച്ചോ, ഓക്കെ അവര് ഹൂക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. ഇനി അനീഷിന്റെ ബെഡ് ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല. അനീഷിന് കുറച്ച് OCD പ്രോബ്ലം ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും, പല കാര്യം. അതുകൊണ്ട് സീറ്റിന് വേണ്ടി തല്ലുപിടിക്കുന്നതും ഇങ്ങനത്തെ കുറെ ചെറിയ കാര്യങ്ങൾക്ക് പുള്ളിക്കാരന് ഇറിറ്റേഷനാണ്. അത് ചിലരുടെ ക്യാരക്ടറാണ് കേട്ടോ. പുള്ളിക്കാരൻ അവിടെ പേരുണ്ടായിരുന്നു ബെഡിൽ, അത് കാണാതെ ആയപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ ഭയങ്കര വെപ്രാളാണ്. ആ വെപ്രാളെന്ന് പറഞ്ഞാൽ ചിലർ വെപ്രാളല്ല, ആസ് എഫ് ഹി ലോസ്റ്റ് എവറിത്തിങ്. അതാണ് ആ ഫീലിംഗ്.
അതാണ് പുള്ളിക്കാരൻ ചെന്നിട്ട് എല്ലാവരോടും പോയി ചോദിക്കുന്നതെന്നും പറയുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രശ്നമല്ല, അത് ആ ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ടാണ് അനുമോൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തിനാണ് ഇതിന് ചേട്ടാ. അപ്പൊ അനുമോളുടെ പാവനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആൻസർ ഇല്ല. അനുമോൾ പാവനെയും പിടിച്ചു നടക്കുന്നുണ്ടല്ലോ. ആ പാവനും തൊട്ട് കഴിഞ്ഞാൽ കരയും പിച്ചും മാന്തും. അപ്പൊ പിന്നെ അനുമോള് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അവസാനം അക്ബർ അത് ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു നെയിൽ പോളിഷ് വെച്ച് അവിടെ എഴുതി അനീഷെന്ന് ബെഡിന്റെ സൈഡിൽ. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവർക്ക് അങ്ങനത്തെ ഒരു ഒബ്സഷൻ ഉണ്ട്. അവർക്ക് അതേപോലെ തന്നെ വേണം. ശരിക്കും അനീഷിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടോ? അങ്ങനത്തെ ആൾക്കാർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അനീഷിന് ഭയങ്കര ഇഷ്യൂ ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ എടുത്ത് നോക്കുമ്പം പുള്ളിക്കാരൻ അതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പം അതാണ് അനീഷിന്റെ ഗെയിമും സ്ട്രാറ്റജിയും എന്ന് നമുക്ക് പറയാം. ബിഗ് ബോസ് ഹൗസിൽ അതേ പറയാൻ പറ്റൂ അല്ലേ? അപ്പൊ അങ്ങനെ. പിന്നെയാണ് അതില നൂറയുടെ കാര്യം. അതിലയുടെ കാര്യമാണ് അനുമോൾ ഇങ്ങനെ പറയുന്ന പ്രവീണിനോട് എന്നെ അവോയ്ഡ് ചെയ്തു, അതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ബി പ്ലസിലാണ് കാണിച്ചത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ശരിയാണ്, ഞാനും പറയും. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മൾ അതിൽ അനുമോളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറെ പേര് വിശ്വസിച്ചവരുണ്ട്. അന്നേരം അനുമോളുടെ കൂടെ നിന്നിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അന്നേരം അവർക്കൊന്നും കത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അനുമോൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ചായ ഉണ്ടാക്കുന്ന കേസിൽ വന്നപ്പം ഈ ജിസയിലാണ് മൊത്തം ചെയ്യുന്നത്. ജിസയിൽ ആണുങ്ങൾക്ക്, അതായത് ജിസയിൽ ആൺപിള്ളേർക്ക് മാത്രമേ കൊടുക്കൂ. അതൊക്കെ എന്തിനാ അങ്ങനെ പറയുന്നത്? ജിസയിൽ ചായ ആൺകുട്ടികൾക്ക് മാത്രമേ കൊടുക്കൂ. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് അനു? അങ്ങനെയൊക്കെ പറയുന്നതിന് എന്താണ് ഞാൻ പറയാ? ഇപ്പോഴും അനു ആ സ്ട്രാറ്റജിയും വെച്ചോണ്ടിരിക്കുവാണോ? ആ ചീപ്പ് കോൺവെർസേഷനും ചീപ്പ് തോട്ട് പ്രോസസ്സും അങ്ങനെയാണോ? ആ അതാണ് അനുവിന്റെ പ്രശ്നം. അവിടെയാണ് അനുവിന്റെ ഗെയിമിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ആ ചീപ്പ് കണ്ടന്റ് ആയി മാറുന്നു. അത് മാറ്റിയില്ലെങ്കിൽ ബാക്കി എല്ലാം രസമാണ്. അത് മാത്രം ഒന്ന് മാറ്റിയെടുത്താൽ മതി അനു. അത് ബാക്കിയെല്ലാം ഓക്കെ. ഈ ഒരു ചീപ്പ് ആറ്റിറ്റ്യൂഡ് അത് മാറ്റിയേ പറ്റൂ. അങ്ങനത്തെ ചീപ്പ് കമന്റ്സ് ഒക്കെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അത് കുറേ പ്രാവശ്യമായി എല്ലാ എപ്പിസോഡിലും എല്ലാ ഇതിലും എന്തെങ്കിലുമൊക്കെ ഒരു ചീപ്പ് കമന്റ്സ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിയല്ല. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. നാളെ പ്രമോല് നമ്മുടെ അഖിൽ മാരാർ വരുന്നുണ്ട്. അഖിൽ മാരാറിന്റെ എന്താണാവോ ഇനി ഈ പുള്ളിക്കാരൻ്റെ എന്തൊക്കെ ഇനി അറിയില്ല. ഇപ്പൊ അഖിൽ മാരാർ വന്നിട്ട് കുറെ ഇതൊക്കെ ആയിരിക്കും, എന്താണ് ടാസ്കും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇനി കണ്ടാലേ മനസ്സിലാവും എത്രത്തോളം അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി നാളെ ഉറങ്ങി വീഴുവോ ഒന്നും അറിയില്ല. പ്രൊമോ കണ്ടിട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്. അതിൽ എന്തൊക്കെയോ അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അതിനൊരു കുന്തവും ഇല്ല. നാളത്തെ വേറെ പ്രൊമോകൾ വരുമ്പോൾ മനസ്സിലാക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇനി നാളെ പ്രൊമോകൾ ഇഷ്ടംപോലെ വരുവാണെങ്കിൽ മനസ്സിലാക്കോ ടാസ്ക് വാസ് വെരി സക്സസ്ഫുൾ എന്ന് തന്നെ പറയേണ്ടത്. ഒന്നുമില്ല, അല്ല അലങ്കോല പ്രൊമോകളാണ് വരുന്നെങ്കിൽ ഒന്നുമില്ല എന്ന് അർത്ഥമായിക്കോ. അപ്പൊ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച ടാസ്കുകൾ ഒരുപാടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് അതുകൊണ്ടായിരിക്കും ഇന്ന് അധികം കൊടുക്കാഞ്ഞത് കേട്ടോ. ടാസ്ക് ഒന്നും അധികം കൊടുക്കാഞ്ഞത്. റെസ്റ്റ് ഡേ പോലെ കൺസിഡർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ ഇനി അടുത്ത ടാസ്കുകളൊക്കെ വരട്ടെ. ബിഗ് ബോസ് കുറച്ച് നന്നാവട്ടെ. ഇതിങ്ങനെ കളയല്ലേ. വീക്കെൻഡ് ഇനി ദിവസങ്ങളില്ല അല്ലെ, 36 days ആയി. ഇനിയിപ്പം ശരിക്കും ഗെയിമൊക്കെ അങ്ങോട്ട് വരണ്ട, ഫേവറേറ്റ്സ് ഒക്കെ ആവേണ്ടതാണ്. അതൊന്നും ആവുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട്. അപ്പൊ ഇനി അടുത്ത റിവ്യൂ വരുന്നവരെ ബൈ.